ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇത് കറണ്ട് അഫയേഴ്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ഓർഡറിൽ തന്നെ കണ്ടു തീർക്കുക. അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആധാറിൻ്റെ ഔദ്യോഗിക ചിഹ്നം ഉദയ്. ഡിസൈൻ ചെയ്തത് തൃശ്ശൂരുകാരൻ അരുൺ ഗോകുൽ. ആധാറിൻ്റെ ഔദ്യോഗിക ചിഹ്നമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഉദയ്. ഡിസൈൻ ചെയ്തത് ആരാണ്? അരുൺ ഗോകുൽ, തൃശ്ശൂർക്കാരനാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുള്ള പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന തീരുവ എത്രയാണ്? 500%. റഷ്യൻ എണ്ണയുടെ പേരിൽ നിലവിൽ ഇന്ത്യക്കുമേൽ US 50% തീരുവ ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി 50% തീരുവ ചുമത്തിയിട്ടുണ്ട്. അത് കൂടാതെയാണ് ഇനി 500% ആക്കാൻ പോകുന്നത്. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനം. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം അതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനം. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ കപ്പലിറങ്ങിയത് 1915 ജനുവരി 9 ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് പ്രവാസി ഭാരതീയ ദിനം ആചരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് കണ്ണൂർ ജില്ലയിലെ ആറളം. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് ആറളം, കണ്ണൂർ. അസം മുഖ്യമന്ത്രി ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മ. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ചെക്ക് റിപ്പബ്ലിക് കോച്ച് യാൻ സെലസ്നിയുമായി വഴിപിരിഞ്ഞ് ഇന്ത്യയുടെ ജാവലിൻ ഒളിമ്പിക് ചാമ്പ്യൻ നീരജ് ചോപ്ര. അപ്പൊ നീരജ് ചോപ്രയുടെ കോച്ചായിരുന്നു യാൻ സെലസ്നി. അദ്ദേഹം ചെക്ക് റിപ്പബ്ലിക് കോച്ചാണ്. ചെക്ക് റിപ്പബ്ലിക്കാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. അതുപോലെ 3 തവണ ഒളിമ്പിക് സ്വർണം നേടിയ താരമാണ് സെലസ്നി. 3 തവണ ഒളിമ്പിക് സ്വർണം നേടിയ താരമാണ് സെലസ്നി. 98.48 മീറ്റർ ആണ് സെലസ്നിയുടെ പേരിലുള്ള ലോക റെക്കോർഡ്. 98.48 മീറ്റർ ആണ് സെലസ്നിയുടെ പേരിലുള്ള ലോക റെക്കോർഡ്. ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ APJ അബ്ദുൽ കലാം ദേശീയ അവാർഡ് രമേശ് ചെന്നിത്തലയ്ക്കാണ് ലഭിച്ചത്. ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ APJ അബ്ദുൽ കലാം ദേശീയ അവാർഡ് രമേശ് ചെന്നിത്തലയ്ക്ക്. കേന്ദ്ര യുവജന കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇപ്പൊ യുവജനങ്ങളൊക്കെ കായികപരമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ നമുക്ക് മനസ്സിന് സുഖം ഉണ്ടാവുള്ളൂ, അല്ലെ? എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനാണ് സുഖം കിട്ടുന്നത്. ഫിസിക്കലി ആണെങ്കിലും നമുക്ക് മെന്റലി ആണ് കൂടുതൽ സപ്പോർട്ട് കിട്ടുക. കേന്ദ്ര യുവജന കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച സാഹിത്യ വിമർശകൻ EP രാജഗോപാൽ. 2024 ഓടക്കുഴൽ ജേതാവ് ആരാണെന്നൊന്ന് കമന്റ് ചെയ്യണേ. 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച സാഹിത്യ വിമർശകൻ EP രാജഗോപാൽ. ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം. ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. കയറ്റുമതിക്കായി സംസ്ഥാനങ്ങൾ എത്രത്തോളം സജ്ജമാണെന്നത് സംബന്ധിച്ച് നീതി ആയോഗ് തയ്യാറാക്കിയ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം 11. കയറ്റുമതിക്കായി സംസ്ഥാനങ്ങൾ എത്രത്തോളം സജ്ജമാണെന്നത് സംബന്ധിച്ച് നീതി ആയോഗ് തയ്യാറാക്കിയ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം 11. പ്രേം നസീർ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായത് സംവിധായകൻ പ്രിയദർശൻ. പ്രേം നസീർ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായത് സംവിധായകൻ പ്രിയദർശൻ. ഈ വർഷത്തെ നമുക്ക് വേണമെങ്കിൽ പ്രേമെന്നും പ്രിയ അങ്ങനെ രണ്ടും തുടങ്ങുന്നത് ഒരേ അക്ഷരത്തിലാണല്ലോ, അപ്പൊ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടുകളും
മറ്റ് സഹകരണങ്ങളും ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു ഏകജാലക ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. പങ്കുടി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടുകളും മറ്റ് സഹകരണങ്ങളും ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു ഏകജാലക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് പങ്കുടി. കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി. കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി. അപ്പം നമുക്ക് അങ്ങനെ ചിന്തിക്കാം, ദേവി വനിത അല്ലെ, ദേവി വനിതയാണ്. അതുപോലെ ശിശുക്കൾക്ക് എന്ത് വേണം? പൂർണ്ണ ആരോഗ്യം വേണം, അന്നം വേണം, അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ലഭിച്ച കവി പ്രഭാവർമ്മയുടെ കൃതി രൗദ്ര സ്വാത്വികം. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ലഭിച്ച കവി പ്രഭാവർമ്മയുടെ കൃതി രൗദ്ര സാത്വികം. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2025 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ശാരദയ്ക്ക്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2025 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ശാരദയ്ക്ക്. JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആറന്മുള പൊന്നമ്മ. 2005 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആറന്മുള പൊന്നമ്മ. 2005 പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ വനിത 2018 ലഭിച്ചത് ഷീല. 2018 അവാർഡ് ലഭിച്ച ഷീല, നടി ഷീല രണ്ടാമത്തെ വനിതയാണ്. മൂന്നാമത്തെ വനിത ഇപ്പോ ശാരദ 2025. KCBയിൽ സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. KCBയിൽ സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. തമിഴ്നാട് സർക്കാരിന്റെ പുതിയ പെൻഷൻ പദ്ധതി ടാപ്സ്. ഇത് ഗവൺമെന്റ് എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. തമിഴ്നാട് സർക്കാരിന്റെ പുതിയ പെൻഷൻ പദ്ധതി ടാപ്സ്. സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഉപഗ്രഹങ്ങളുടെ നക്ഷത്ര സമൂഹങ്ങൾക്ക് ബഹിരാകാശത്ത് ഡാറ്റാ സെന്ററുകൾ എങ്ങനെ സ്ഥാപിക്കാൻ കഴിയുമെന്ന് പര്യവേക്ഷണം ചെയ്യുന്ന ഗൂഗിളിന്റെ ഗവേഷണ സംരംഭം പ്രോജക്റ്റ് സൺകാച്ചർ. സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഉപഗ്രഹങ്ങളുടെ നക്ഷത്ര സമൂഹങ്ങൾക്ക് ബഹിരാകാശത്ത് ഡാറ്റാ സെന്ററുകൾ എങ്ങനെ സ്ഥാപിക്കാൻ കഴിയുമെന്ന് പര്യവേക്ഷണം ചെയ്യുന്ന ഗൂഗിളിന്റെ ഗവേഷണ സംരംഭം പ്രോജക്റ്റ് സൺകാച്ചർ. നിങ്ങൾക്കുള്ള ചോദ്യം, JC ഡാനിയൽ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ അടുത്ത ക്ലാസ് നാളെ അപ്ലോഡ് ചെയ്യും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.